ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫുൾ ബോഡി ഗ്രൂമിംഗ് റൂട്ടീൻ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും പലർക്കും കറക്റ്റായി എങ്ങനെ ചെയ്യണമെന്നറിയില്ല. സോ ഇന്ന് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ മീൻ എല്ലാ കാര്യങ്ങളും, യുവർ ഹാൻഡ്, ലെഗ്സ്, ചെസ്റ്റ്, ആംബിറ്റ് ആൻഡ് the stuff others scared to talking about. Yeah, your private parts. So grab a popcorn and enjoy the video. Neck and shoulders. ഇവിടെ ട്രിമ്മറിന്റെ ഗാർഡ് മാറ്റിയ ശേഷം നിങ്ങളുടെ കഴുത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ട്രിം ചെയ്യുക. കഴുത്തിന്റെ മുമ്പിലും സൈഡിലും ഇതുപോലെ ക്ലീൻ ആക്കുക. ദെൻ ഒരു മിറർ കയ്യിലെടുത്ത് കഴുത്തിന്റെ പുറകിൽ തലമുടി തീരുന്ന എൻഡിൽ കാണുന്ന ആ ഒരു ലൈൻ കണ്ട് ആ ലൈനിന്റെ താഴെയുള്ളതെല്ലാം ക്ലീൻ ആക്കുക. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അപ്പർ ബാക്ക് മിററിൽ നോക്കി നിങ്ങൾക്ക് ക്ലീൻ ആക്കാം. ആംബിറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഷേവ് ചെയ്യാം അല്ലെങ്കിൽ ട്രിം ചെയ്യാം. ഷേവിനേക്കാൾ ട്രിം ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഷേവ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് രോമം കിളിച്ച് വരുമ്പോൾ ചില ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായേക്കാം. സോ ട്രിമ്മിംഗ് ഈസ് ദ സേഫ് ഓപ്ഷൻ. ഇതിനായി കൈ മുകളിലേക്ക് പൊക്കി താഴെ നിന്ന് മുകളിലേക്ക് ട്രിം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആംബിറ്റ് ഹെയർ കീപ്പ് ചെയ്യണമെങ്കിൽ കൈ ജസ്റ്റ് താഴേക്ക് ഇടുക. അപ്പോൾ സൈഡിൽ നിന്ന് നേരെ കാണുന്ന ഹെയർ റിമൂവ് ചെയ്യുക. യു ഗോട്ട് ദിസ്. ചെസ്റ്റ് ആൻഡ് ആബ്സ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ചിലർക്ക് ഷേവ്ഡ് ആണ് ഇഷ്ടം, ചിലർക്ക് ബോഡി ഹെയർ ഉള്ളതാണ് ഇഷ്ടം. ഫോർ മീ ഐ ലൈക്ക് ബോത്ത്. എന്റെ സജഷനിൽ നിങ്ങൾക്ക് ലീൻ അത്ലറ്റിക് ഫിസിക് ആണെങ്കിൽ അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറവുള്ള ഒരു ബോഡി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഹെയർ കളയുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നിങ്ങളുടെ ഫിസിക്കിന് കൂടുതൽ ഡെഫിനിഷൻ തരുന്നു. ഇനി നിങ്ങൾ കുറച്ച് ചബ്ബി ആയിട്ടുള്ള അല്ലെങ്കിൽ ലീൻ അല്ലാത്ത ബോഡി ടൈപ്പ് ആണെങ്കിൽ ഹെയർ കീപ്പ് ചെയ്യുക. കാരണം അങ്ങനെയുള്ള ബോഡി ടൈപ്പിന് ഷേവ് ചെയ്താൽ നിങ്ങളുടെ ബോഡിയെ ഈവൻ സോഫ്റ്റർ ആയിട്ട് കാണിക്കും. അത് അത്രയ്ക്ക് ഭംഗി കാണില്ല. സോ ഹൗ ടു ഡു ദിസ്? ഇവിടെ ഗാർഡ് മാറ്റിയ ശേഷം നിങ്ങളുടെ ലോവർ ആബ്സിൽ നിന്ന് മുകളിലേക്ക് ട്രിം ചെയ്ത് വരിക. കാരണം ഹെയർ താഴേക്കാണ് വളരുന്നത്. സോ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ട്രിം ചെയ്യാൻ. ചെസ്റ്റിലും ഇതുപോലെ തന്നെ ഗ്രെയിൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് ട്രിം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബോഡി ഹെയർ വേണം എന്നുണ്ടെങ്കിൽ 3 to 6 mm ഇട്ട് വേണം ട്രിം ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ഡീസെന്റ് ആയിട്ടുള്ള ബോഡി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്കത് ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ്. ആംസ് ആൻഡ് ഹാൻഡ്സ്. സോ ഇവിടെ നിങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ട്രൈസെപ്സ് വരെ ട്രിം ചെയ്യുക. കയ്യിലെയും ഗ്രെയിൻസ് താഴേക്കാണ് വരുന്നത്. സോ യു ഹാവ് ടു ട്രിം ഇറ്റ് അപ്വേർഡ്സ്. ട്രൈസെപ്സ് വരെ ട്രിം ചെയ്ത് നിർത്തുക. ഭൂരിഭാഗം ആൾക്കാർക്കും ഇവിടെ കൊണ്ട് ഹെയർ തീരും. ട്രൈസെപ്സ് മുതൽ അപ്പർ ഷോൾഡറിലേക്ക് നിങ്ങൾക്ക് റേസർ ഷേവ് ചെയ്യാവുന്നതാണ്. ഇത് ഷോൾഡർ ബോളിനെയും ഓവറോൾ അപ്പർ ഹാൻഡിനും ഒരു ഡെഫിനിഷൻ നൽകുന്നു. ഇനി ചെറിയ രീതിയിൽ ഹെയർ വേണമെന്നുണ്ടെങ്കിൽ 3 mm ഗാർഡിട്ട് ചെയ്യാം. ലെഗ്സ്. മുട്ട് മുതൽ മുകളിലേക്കാണ് തൈസിന് ട്രിം ചെയ്യേണ്ടത്. തൈസ് മുഴുവനായി ട്രിം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക. എസ്പെഷ്യലി ഹാംസ്ട്രിങ്സ്. പലരും ഈ ഏരിയ ട്രിം ചെയ്യാൻ മറന്നുപോകും. തൈസ് 3 or 6 mm ഗാർഡിട്ട് വേണം ട്രിം ചെയ്യാൻ. ഇനി നിങ്ങളുടെ കാലുകൾക്ക് കൂടുതൽ ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗാർഡ് ഇല്ലാതെയും നിങ്ങൾക്ക് ട്രിം ചെയ്യാം. 6 to 9 mm ഗാർഡ് വെച്ച് മുട്ടിൽ നിന്ന് കാലിലേക്ക് താഴേക്ക് ട്രിം ചെയ്യുക. കാരണം തൈസിനേക്കാൾ കാലിൽ കുറച്ചു കൂടുതൽ രോമമുള്ളതാണ് ഒന്നുകൂടെ നാച്ചുറൽ ആയിട്ട് തോന്നുന്നത്. ബട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൈസിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഇനിയാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏരിയ, ബാക്ക് ആൻഡ് ബോൾസ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഏരിയ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഇവിടെ സാധാരണ ട്രിമ്മർ ആണെങ്കിൽ 1 mm റേഞ്ചിലും പ്രൈവറ്റ് ഏരിയയ്ക്ക് സ്പെഷ്യലി ബിൽഡ് ചെയ്തിരിക്കുന്ന ട്രിമ്മർ ആണെങ്കിൽ ഗാർഡ് ഇല്ലാതെയും വേണം ട്രിം ചെയ്യാൻ. അടിവയർ മുതൽ താഴേക്ക് നിങ്ങളുടെ ഷാഫ്റ്റിന് ചുറ്റും ആദ്യം ട്രിം ചെയ്ത് ക്ലീൻ ആക്കുക. ശേഷം ഷാഫ്റ്റ് കയ്യിലെടുത്ത് അടിവയറ്റിൽ നിന്ന് താഴേക്ക് വന്ന അതേ ഫ്ലോയിൽ ഷാഫ്റ്റിന് ചുറ്റും ട്രിം ചെയ്യുക. താഴെ ഭാഗവും ഇതുപോലെ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ദെൻ വി ആർ ഗോയിങ് ഫോർ ബോൾസ്. ഇവിടെ സാക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ട്രിം ചെയ്യുക. സാക്കിന്റെ താഴെയും നിങ്ങൾ ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പാക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ വീഡിയോ കാണാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. See you next one. I can't wait to see you in my next video. Stay healthy.